പോലുമില്ലാതെ വീടുകളിലേക്ക് കടൽ ഇടിച്ചു കയറിയിരുന്ന ഒരു കാലമുണ്ട് ഈ കടൽ തീരത്തിന്. അന്ന് ഈ കടൽ തീരത്ത് താമസിച്ചിരുന്നവർ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ഇന്നത്തെ നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര തുടങ്ങുന്നത്. ആ ചോദ്യത്തിനുള്ള വലിയ ഉത്തരമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടങ്ങൾ. നീലയിലും മഞ്ഞയിലും വയലറ്റിലും ഒക്കെ ഒരുക്കിയിട്ടുള്ള പ്രത്യാശാ ഭവനങ്ങളിൽ 2000-ലധികം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ വന്നപ്പം കണ്ടൊരു കാഴ്ച, അമ്മച്ചി ഇതാ കടയിൽ പോയി എന്തൊക്കെയോ വാങ്ങിച്ചോട്ട് പോവാ. എന്താ അമ്മച്ചി ഇതില്? മുറുക്കാൻ വാങ്ങിച്ചതാ. പുതിയ വീട്ടിലൊക്കെ വന്നില്ലേ? വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം മക്കളെ. വോട്ട് ചെയ്യാൻ ഇപ്പൊ പുതിയ വീട്ടിൽ നിന്നാണ് ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം പുതിയ വീട്ടിൽ ഈ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ തീരദേശ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്കാണ് വീട് കൊടുത്തത്. എത്രയാണ്? 362 വീട് LDF സർക്കാർ കൊടുക്കുകയും ഈ പ്രദേശത്തുള്ള ഒരുപാട് പേര് ആ ഭവനങ്ങളിൽ താമസിക്കുന്നുണ്ട്. അതില്ലെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് നല്ലൊരു ഫ്ലാറ്റ് തന്നെ കിട്ടിയത്. അയൽവാസികളും കൊള്ളാം, എല്ലാം കൊണ്ടും കൊള്ളാം. നല്ലതാണോ? ഭംഗിയുണ്ടോ കാണാൻ? വണ്ടിയുണ്ട്. എന്തൊക്കെ ഇഷ്ടപ്പെട്ട അതിനുള്ളില്? എല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. അടിപൊളി. ഇപ്പൊ വീടില്ലാത്ത സമയത്ത് നമുക്കൊരു വീട് കിട്ടിയില്ലേ? രാത്രി ആകുമ്പോ മഴ പെയ്യോന്ന് ടെൻഷൻ വേണ്ട, കടൽക്ഷോഭം ഉണ്ടാകുമെന്ന് ടെൻഷൻ വേണ്ട. അത് മാറിയില്ലേ? LDF എന്ന് പറയാൻ പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണത്. ആ വ്യക്തിക്ക് എപ്പോഴും അത് വോട്ട് ലീഡ് ചെയ്ത് അയാൾ മൂന്നാമത്തെ ഭരണത്തിൽ കയറണം. ഇന്നലെ ജനങ്ങൾക്ക് ഒരു ആഘോഷമായിരിക്കും. അല്ലാതെ വേറെ സർക്കാർ VD സതീശൻ എന്ത് ചെയ്യും? VD സതീശൻ ഇത് കണക്ക് നുണ പറഞ്ഞ് നടക്കാനും എന്ത് കാര്യം വന്നാലും എന്തെങ്കിലും കുത്തി തോണ്ടും. LDF പിണറായിനെ പറ്റി എന്തെങ്കിലും ആശയം പറയും. അല്ലാതെ അവരെ കൊണ്ട് വല്ലതും നടക്കുമോ? ഒന്നും നടക്കൂല. പുതിയ പദ്ധതികൾ ഇപ്പം പിണറായി എത്ര വീടുകൾ എവിടെയൊക്കെ ചെയ്ത് എന്തൊക്കെ പദ്ധതി ഉണ്ടാക്കി കേരളത്തിൽ. ഇനിയും മൂന്നാമത്തെ ഭരണം LDF വരും, അത് യാതൊരു സംശയമില്ല. വല്ലായ്മയുടെ വറുതിക്കടൽ നീന്തി കയറി സന്തോഷ തീരത്തെത്തിയവരാണ്. ആ സന്തോഷ കാഴ്ചകൾ മനം നിറയെ കണ്ടുകൊണ്ട് ഞങ്ങളും മടങ്ങുകയാണ് നാട്ടുവണ്ടി വോട്ട് യാത്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക്.